നിറത്തെക്കുറിച്ചുള്ളൊരു വിവേചനം നമ്മൾ ഒരുപാട് കാലങ്ങളായി കണ്ടുവരുന്നതാണ്. തൻ്റെ ശരീര നിറവുമായി ബന്ധപ്പെട്ട് അപമാനം നേരിട്ടതിനെക്കുറിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പുമായി ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ വന്നു. തൻ്റെയും ഭർത്താവിൻ്റെയും നിറവ്യത്യാസത്തെക്കുറിച്ച് ഒരാൾ നടത്തിയ മോശം പരാമർശത്തെക്കുറിച്ചാണ് കുറിപ്പിൽ. അതായത് ചീഫ് സെക്രട്ടറി എന്ന നിലയ്ക്കുള്ള തൻ്റെ പ്രവർത്തന കാലഘട്ടം കറുപ്പും ഭർത്താവും മുൻ ചീഫ് സെക്രട്ടറിയുമായ വി വേണുവിൻ്റെ പ്രവർത്തനം വെളുപ്പുമാണെന്നായിരുന്നു ആ പരാമർശമെന്ന് അവർ ആ കുറിപ്പിൽ എഴുതുന്നുണ്ട്. കറുപ്പെന്ന നിറത്തെ എത്രത്തോളം മോശമായി എന്തിനാണ് ഇപ്പോഴും ആളുകൾ കാണുന്നത്? കറുപ്പ് അത്രയും മനോഹരമായ ഒരു നിറമല്ലേ? എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഇതിൽ ആക്ച്വലി എനിക്ക് അത്ഭുതം പോലും ഇല്ല. കാരണം നമ്മൾ നിരന്തരമായിട്ട് കേട്ടോണ്ടിരിക്കുന്ന കാര്യമാണിത്. ഇതിൽ രണ്ട് ആംഗിളുകളുണ്ടല്ലോ. ഒന്ന് നിറത്തിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്, രണ്ട് അതുപോലെ തന്നെ അതിൽ വർക്ക് ചെയ്യുന്നത് സ്ത്രീയാണ്. അധികാര പദവിയിൽ ഇരിക്കുന്ന ഒരു സ്ത്രീ, ഏത് നമ്മൾ പറയല്ലോ, ഏത് കൊമ്പത്തെ സ്ത്രീ ആണെങ്കിലും ആ സ്ത്രീയെ ജഡ്ജ് ചെയ്യുന്നത് അൺഫോർച്ചുനേറ്റ്ലി ബ്യൂട്ടി എന്നുള്ള, അവർക്ക് എത്ര ഭംഗി എന്ന് പറയുന്നത് എന്താണ്, സമൂഹം കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്റ്റാൻഡേർഡ്സിനകത്തുള്ള ഭംഗിയിൽ ആണ്, അളവുകോൽ അങ്ങനെ ആണ്, അതിൻ്റെ അടിസ്ഥാനം നിറമാണ്. കാരണം നമ്മൾ ഈവൻ നമ്മുടെ എഴുത്തുകളിൽ വരുന്ന ഇങ്ങനെയാണല്ലോ, അവൾ കറുത്തതാണ് പക്ഷേ ഭംഗിയുള്ളതാണ്. ആ പക്ഷേ തിരിച്ചു പറയാനോ, അവൾ വെളുത്തതാണ് പക്ഷേ അവൾ ഭംഗിയുള്ളതാണെന്ന് നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചു കേട്ടിട്ടുണ്ടോ? അവിടുത്തെ സുന്ദരി ഫുൾ സ്റ്റോപ്പാണ് അവിടെ. പക്ഷേ കറുത്തതാണ് പക്ഷേ. എത്രയോ പേര് നമ്മളോട് ഇത് പറഞ്ഞിട്ടുണ്ട്, അവൻ കറുത്തയാണ്, അല്ലെങ്കിൽ മിക്കവാറും അവൻ എന്നല്ല അവളും തന്നെയാണ് വരാറ്, അവൾ കറുത്തയാണ് പക്ഷെ നല്ല ഫീച്ചേഴ്സാണ്. ഞാനിത് നിരന്തരമായിട്ട്, ഞാനൊക്കെ കൊച്ചിലേ തൊട്ട് അനുഭവിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ നിരന്തരമായിട്ട് ഇതിനെക്കുറിച്ച് അക്കാഡമിക്കലി പഠനത്തിനേക്കാളും കൂടുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസും ഇതിൽ വന്നിട്ടുണ്ട്. ഒന്ന്, അധികാര പദവിയിലിരിക്കുന്ന സ്ത്രീ ഇപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് മലയാളിക്ക് അത് അത്ര ഒരു കംഫർട്ടബിൾ സാധനം, ഒരു സിറ്റുവേഷൻ അല്ല എന്നുള്ളത്. പലപ്പോഴും ഒരു വലിയ ഉദ്യോഗസ്ഥനാണെങ്കിൽ അദ്ദേഹം ചൂടാകുകയാണെങ്കിലും, അല്ലെങ്കിൽ അദ്ദേഹം ഭയങ്കര കർക്കശക്കാരനാണെങ്കിലും, അതൊക്കെ അദ്ദേഹത്തിന് ജോലിയോടുള്ള കമ്മിറ്റ്മെൻറ്റ് ആണ്. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ്, അതുകൊണ്ടാണ് ദേഷ്യപ്പെടുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് അദ്ദേഹം അത്ര സ്ട്രിക്റ്റ് ആയിട്ട് ഇരിക്കുന്നതെന്ന് പറയും. പക്ഷെ ഒരു സ്ത്രീയാണ് അതേ പോസ്റ്റ് ഇരിക്കുന്നെങ്കിൽ അവൾ വളരെ അഹങ്കാരിയായിട്ടുള്ളൊരു സ്ത്രീയാണ് എന്നുള്ള രീതിയിൽ ഇൻ്റർപ്രറ്റഡ് ആകുന്നത് നിരന്തരമായിട്ട് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിനേക്കാളുമൊക്കെ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ കുറേ കൂടെ നന്നായി എന്ന് നമ്മൾ കേരളത്തിനെക്കുറിച്ച് തന്നെ വിചാരിക്കുന്ന സന്ദർഭത്തിലാണ് ഇല്ല, നമ്മൾ ഒട്ടുമേ നന്നായിട്ടില്ല എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഇതുപോലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നത്. പക്ഷെ അതിനോട് ശാരദ മാം എടുത്ത നിലപാട്, ഐ ഓൺ മൈ ബ്ലാക്ക്നെസ് എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ കറുപ്പ് നിറത്തെ ഞാൻ ചേർത്ത് പിടിക്കുന്നു, അല്ലെങ്കിൽ കറുപ്പ് നിറത്തെ ഞാൻ ആഘോഷിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു റെസ്പോൺസ് വളരെ അതിഗംഭീരമായിട്ടൊരു റെസ്പോൺസായിരുന്നു. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഇതിനകത്ത് വേറെ ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ടല്ലോ. അവരെ കമ്പയർ ചെയ്യുന്നത് അവരുടെ ഭർത്താവിനോടാണ്. അവരുടെ ഭർത്താവ് അവരെ വെച്ച് നോക്കുമ്പോൾ ഫെയർ സ്കിൻഡായിട്ട് ഒരാൾ. അവരെത്ര, എനിക്ക് തോന്നുന്നില്ല അവരാദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കമ്പാരിസൺ വന്നിട്ടുള്ളതെന്ന്. കാരണം ഇപ്പോഴും നമ്മൾ കല്യാണ ചടങ്ങുകൾക്ക് പോയാൽ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഡയലോഗാണ്, ഓ പെണ്ണിന് നിറം കുറഞ്ഞു പോയി, അല്ലെങ്കിൽ പെണ്ണിന് സ്വർണം കുറഞ്ഞു പോയെന്ന് പറയാറുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ പറയുന്നതാണ്, അവന് കുറച്ചും കൂടെ വെളുത്ത പെണ്ണിനെ കിട്ടിയേനെ എന്നുള്ള. നമ്മളിത് മനസ്സിലാക്കേണ്ടത് എവിടെ നിന്നാണ് വന്നതെന്ന്. അതായത് നമ്മളെല്ലാം തന്നെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ബ്രൗൺ ആണ്. നമ്മളിങ്ങനെ ഭയങ്കര വെളുത്ത് തൊടുത്തിരുന്നാലും നമ്മൾ വെസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ദേ വിൽ സ്റ്റിൽ തിങ്ക് ഓഫ് യു ആസ് എ ബ്രൗൺ സ്കിൻഡ് പേഴ്സൺ. നിങ്ങൾ വെള്ളക്കാരായിട്ടൊന്നും അവർ അംഗീകരിക്കാൻ പോകുന്നില്ല, നിങ്ങളൊരു ബ്രൗൺ ആൾ തന്നെയാണ്. പക്ഷേ ഈ വെളുപ്പിനോടുള്ള ഒരു ആരാധന, അല്ലെങ്കിൽ വെളുപ്പിനോടുള്ള ഒരു ഒരു സബ്സെർവിയൻ്റ് ഭാവം കൊളോണിയലിസത്തിൽ നിന്ന് മാത്രമല്ല വരുന്നത്. കൊളോണിയലിസം അത് ഭയങ്കരമായിട്ട് അഗ്രവേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. കൊളോണിയൽ സമയത്താണ് ഇത്രയും ഒരു ഈ വെളുപ്പാണ് ഭംഗിയുടെ സ്റ്റാൻഡേർഡായി മാറുന്നൊരു അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതിനു മുമ്പേ തന്നെ നമ്മുടെ മധ്യകാല സോഴ്സസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പോലും അവിടെ പോലും നമ്മുടെ ഭാഷയിൽ പോലും, അതുകൊണ്ടാണല്ലോ കാക്ക കുളിച്ചാൽ കൊക്കാകില്ല എന്ന് പറയുന്നത്. തിരിച്ചു പറയാറില്ലല്ലോ, കൊക്കാണ് വെള്ളത്തിൽ നിൽക്കുന്നത്, കാക്കയല്ല. തിരിച്ചു പറയില്ലല്ലോ, കൊക്ക് കുളിച്ച കാക്കയാകില്ലെന്ന് ആരും പറയാറില്ലല്ലോ.
അപ്പം നമ്മുടെ ഭാഷയിൽ പോലും കറുപ്പിനെ വളരെ നെഗറ്റീവ് കൊണോട്ടേഷനോടെ യൂസ് ചെയ്യുന്ന കറുത്ത മനുഷ്യരെ വില്ലന്മാരാക്കി, അല്ലെങ്കിൽ കറുത്ത മനുഷ്യരെ താഴ്ന്നവരാക്കി കാണിക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത് നമ്മുടെ സിനിമയിൽ, എനിക്കൊന്ന് മലയാള സിനിമയുടെ ഉത്ഭവകാലം മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്. കറുത്ത മനുഷ്യരെ വില്ലന്മാരാക്കി കാണിക്കുക, അല്ലെങ്കിൽ ഗുണ്ടകളാക്കി കാണിക്കുക. ഇത് സ്ഥിരമായിട്ട് ഞാനൊരു 5 വർഷം മുമ്പേ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി എത്ര കാലം കാത്തു നിൽക്കണം മലയാള സിനിമ ഒരു കറുത്ത ദളിത് നായികയ്ക്ക് വേണ്ടി. ഇത് 5 വർഷം മുമ്പേ എഴുതിയാണ്, 2020 എഴുതിയാണ്. 5 വർഷമായിട്ടും അതിന് മുമ്പ് ചേഞ്ചില്ല, 5 വർഷമായിട്ടും ഒരു ചേഞ്ചില്ല. ഈവൻ നമുക്കൊരു കറുത്ത നായിക സ്ക്രിപ്റ്റിലുണ്ടെങ്കിൽ അതൊരു വെളുത്ത ഒരു നായിക നടിയെ കൊണ്ടുവന്നിട്ട് കറുത്ത പെയിൻ്റ് അടിച്ചിട്ട് അല്ലെങ്കിൽ കറുപ്പിച്ചിട്ട് ഡാർക്കർ ഫൗണ്ടേഷൻ ഇട്ടിട്ട് ആണ് സ്ക്രീനിൽ കാണിക്കുന്നത്. എനിക്കത് ഇതുവരെ മനസ്സിലായി. ഇപ്പോൾ കമ്മട്ടിപ്പാടം എന്നുള്ളൊരു സിനിമ നമ്മളെടുത്ത് നോക്കിയാൽ നമ്മൾ പലപ്പോഴും വളരെ നല്ലൊരു ദളിത് സിനിമയായിട്ട് കാണുന്നതാണ്. എനിക്ക് അതിനെക്കുറിച്ച് വേറെ അഭിപ്രായങ്ങളുണ്ട്, അത് പിന്നീട് ഒരിക്കൽ പറയാം. പക്ഷേ കമ്മട്ടിപ്പാടത്ത് നിങ്ങൾ നോക്കുക, വിനായകനെയും മണികണ്ഠൻ ആചാര്യയും ഒക്കെ ഇവർക്ക് എബോവ് ആവറേജ് ഹാൻസം ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അവരുടെ പല്ല് വികൃതമാക്കി, അവരുടെ മുടി വികൃതമാക്കിയാണ് അവരെ ചിത്രീകരിക്കുന്നത്. ആണുങ്ങളെ പോലും അങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്. എന്നാൽ അതിനകത്ത് തന്നെ എനിക്ക് നായക കഥാപാത്രത്തിൻ്റെ കുട്ടിക്കാലത്ത് ഒരു കടയിൽ പോയിട്ട് അവൻ്റെ കാമുകിക്ക് എന്തോ സാധനം മേടിക്കും, മാല എങ്ങോട്ട് മേടിക്കാൻ പോകുമ്പോഴത്തേക്ക് ആ ഷോപ്പ് കീപ്പർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് വെളുത്ത കുട്ടിയാണോ കറുത്ത കുട്ടിയാണോ? മാലയ്ക്ക് അതിൻ്റെ ആവശ്യം ഇല്ല, എന്നാലും നമ്മൾ ആൾക്കാരങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവൻ തിരിച്ച് ആൻസർ ചെയ്യുന്നുണ്ട്, കറുത്തതാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോൾ അതൊരു കറുത്ത ക്യാരക്ടറാണ്. പക്ഷേ ഈ കറുത്ത ക്യാരക്ടറാണെന്ന് പറയുമ്പോഴും അത് കേരളത്തിൽ നിന്ന് തന്നെയുള്ള ഒരു കറുത്ത സ്ത്രീയെ അല്ലെങ്കിൽ ഒരു കറുത്ത പെൺകുട്ടിയെ നായികയാക്കി കാസ്റ്റ് ചെയ്യുന്നില്ല. കമ്മട്ടിപ്പാടത്തിൻ്റെ കാര്യം എടുത്ത് നോക്കിയാൽ അപ്പോൾ സ്ക്രിപ്റ്റ്, ഞാൻ ഈ ഒരു സന്ദർഭം പറഞ്ഞത് സ്ക്രിപ്റ്റ് ആവശ്യപ്പെടുന്ന ഒരു കറുത്ത നായികയാണ്. പക്ഷേ അതിൽ കൊണ്ടുവന്നത് മുംബൈയിൽ നിന്ന് എവിടുന്നോ ഷോൺ റോമി എന്ന് പറഞ്ഞ ഒരു ആക്ടറിനെയാണ് കൊണ്ടുവരുന്നത്. അവരെ എന്നിട്ട് അവരുടെ ചിത്രങ്ങൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും, അവരെ ഡാർക്കറാക്കി കാണിച്ചിട്ടാണ് ഈ സിനിമയിൽ അങ്ങനെ ഒരു കഥാപാത്ര സൃഷ്ടി ഉണ്ടാകുന്നത്. ഇത് തന്നെ നിരന്തരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഈ എല്ലാ ദളിത് മനുഷ്യരും അല്ലെങ്കിൽ എല്ലാ ഈ ചൂഷിത ജാതികൾ എന്നുള്ള മനുഷ്യരും കറുത്തതാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. നമുക്കറിയാവുന്ന മനുഷ്യരെ തന്നെ നോക്കുക, അല്ലെങ്കിൽ പല ജാതി വിഭാഗങ്ങളുണ്ടല്ലോ നമ്മൾ ഈ ദളിത് ഗ്രൂപ്പ് എന്ന് വിളിക്കുന്ന ആ ഗ്രൂപ്പിനകത്ത്. അതിനകത്ത് തന്നെ വളരെ വെളുത്ത മനുഷ്യരുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ പെട്ടെന്ന് നമ്മൾ നമ്മുടെ തല നമ്മളിൽ നിന്ന് മറച്ചു പിടിക്കുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ മറന്നു പോവുകയോ. ഓൺ സ്ക്രീൻ വരുമ്പോൾ ഒരു ദളിത് ആണെങ്കിൽ അതൊരു കറുത്ത മനുഷ്യനെ, ഒരു കറുത്ത സ്ത്രീയെയോ കാണിക്കാൻ പറ്റുള്ളൂ, എന്നാലേ ദളിതാകുള്ളൂ. ജനറലൈസ് ചെയ്യപ്പെടുന്നതല്ലേ? അബ്സല്യൂട്ട് ജനറലൈസേഷൻ അല്ല, അത് സ്റ്റീരിയോ ടൈപ്പിംഗ് ആണ്. വളരെ കൃത്യമായിട്ടുള്ള സ്റ്റീരിയോ ടൈപ്പിംഗ് ആണ് അവിടെ നടക്കുന്നത്. കാരണം ഒരു ജനറൽ പെർസെപ്ഷൻ കറുത്ത മനുഷ്യൻ ഇസിക്കൽ ടു ദളിത് മനുഷ്യൻ എന്ന്. എന്നാൽ നമ്മൾ വിളിക്കുന്ന ഈ സോ കോൾഡ് അപ്പർ കാസ്റ്റ് ആൾക്കാരിൽ കറുത്ത ആൾക്കാരില്ലേ, നമ്പൂതിരിമാരിൽ, നായർമാരിൽ, നമ്പ്യാതിരിമാരിൽ, നമ്പീശന്മാരിലൊക്കെ കറുത്ത മനുഷ്യന്മാരില്ലേ. പക്ഷെ നമ്മൾ അങ്ങനെ ആലോചിക്കുമ്പോൾ കറുത്തതായിട്ട് സങ്കല്പിക്കുന്നില്ല. നമ്മൾ ആലോചിക്കുന്ന മാത്രമല്ല, ഓൺ സ്ക്രീൻ അങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ വളരെ കുറവാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ കൃഷ്ണനെ ഒക്കെ പോർട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരു നീല നിറത്തിലല്ലേ, നമ്മൾ ബ്ലൂ കളറിൽ. എനിക്കതിൽ ഏറ്റവും തമാശയായിട്ട് തോന്നിയതാണ് ശ്യാമവർണ്ണൻ എന്ന് വിളിക്കുന്നത്, കാർവർണ്ണൻ എന്ന് വിളിക്കുന്ന കൃഷ്ണൻ ആ പേര് തന്നെ, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കറുത്തത് എന്ന് തന്നെയാണ് അർത്ഥം. അല്ലൊരു ദ്രൗപദിയെ വിളിക്കുന്നത് കൃഷ്ണ എന്നാണ്. നമ്മൾ കൃഷ്ണനെ മാത്രമല്ല, ദ്രൗപദി വളരെ ഡാർക്കായിട്ടുള്ള, നമ്മൾ മഹാഭാരതം നോക്കിയാൽ ദ്രൗപദിയെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് തന്നെ കൃഷ്ണവർണ്ണമുള്ള സ്ത്രീ ആയിട്ടാണ്. തീയിൽ നിന്ന് വന്ന കൃഷ്ണവർണ്ണമുള്ള സ്ത്രീയാണ്. പക്ഷെ ഇവരെയൊക്കെ നമ്മൾ മറ്റേ ഭക്തി സീരിയലുകളിലൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇവരുടെ ഒറിജിനൽ ടോൺ ഒരിക്കലും ഒരു കറുത്ത ആളെ കാസ്റ്റ് ചെയ്യില്ല. അല്ലെങ്കിൽ അവർക്ക് ലൈറ്റ് ബ്ലൂ ടോൺ കൊടുക്കും. അത് കറുപ്പിനോടുള്ള നമ്മുടെ ദേഷ്യമാണ്. പക്ഷെ ആ കറുപ്പിനോടുള്ള ദേഷ്യം വരുന്നത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ജാതിയിൽ നിന്ന് തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് വേറെ ഒന്നുമല്ല. ഇറ്റ് ഈസ് നോട്ട് റേസിസം, ഇറ്റ് ഈസ് നോട്ട് കളറിസം. അത് വളരെ കൃത്യമായിട്ട് കാസ്റ്റിസം തന്നെയാണ്. അപരവിദ്വേഷമാണ് ബേസിക്കലി ഇവിടെ ഉള്ളത്. പക്ഷെ ആ അപരവിദ്വേഷത്തിനൊരു കളർ സിംബോളജി വരുന്നത്
ഈ ഒരു ലിറ്ററേച്ചറിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ സ്മൃതി പാരമ്പര്യങ്ങളിലൂടെയും പിന്നീട് അത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന നമ്മുടെ ചലച്ചിത്രങ്ങളിലൂടെയാണ് ഈ ഒരു അസോസിയേഷൻ വരുന്നത്. ദളിത് ഇസ് ഇക്വൽ ടു ഡാർക്ക് എന്നുള്ളൊരു അസോസിയേഷൻ വരുന്നു. ഇതൊരു മിസ്കൺസെപ്ഷനാണ് ഒന്ന്. രണ്ട്, അതുകൊണ്ട് തന്നെ കറുപ്പെന്നുള്ളൊരു നിറത്തിനോട് തന്നെയുള്ളൊരു ദേഷ്യം നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ അധികം ചർച്ച ചെയ്യാത്തൊരു ഒരു കാര്യമാണ്. ഈ ഭരതനാട്യം, ഫോക്ക് ഡാൻസ്, നിങ്ങൾ യുവജനോത്സവത്തിന് എവിടെ ഏത് ഐറ്റം എടുത്ത് നോക്കിക്കോളൂ, ഈ വെളുത്ത പെൺകുട്ടി എന്നല്ല, എല്ലാവരുടെയും ടോൺ അവിടെ ഒന്നാകും. ഇപ്പം നല്ല കറുത്ത കുട്ടികളാണെങ്കിലും ശരി, നല്ല വെളുത്ത കുട്ടികളാണെങ്കിലും ശരി, എല്ലാവരുടെയും ടോൺ ഒരു ടോണാക്കി കളയും ഇവർ. അതാണ് ഐഡിയൽ മേക്കപ്പ്. അത് ഡാൻസിന് മാത്രമല്ലല്ലോ, കൊയറിന്, അസംബ്ലിക്ക്, സ്കൂളുകളിൽ മാത്രമല്ലല്ലോ, നമ്മുടെ കൾച്ചറൽ പ്രോഗ്രാമിന് ആങ്കർ ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ സഞ്ജന ചന്ദ്ര എന്ന് പറഞ്ഞ എനിക്കൊരു ട്രാൻസ് വുമൺ ഫ്രണ്ട് ഉണ്ട്. അവൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഡാൻസ് ടീച്ചറാണ്. അതുമാത്രമല്ല, മലക്കോട്ടെ വാലിബനകത്ത് തേനമ്മ എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്ത നായികയുടെ ഫ്രണ്ടായിട്ടുള്ള കഥാപാത്രം ചെയ്താണ് സഞ്ജന. അപ്പം സഞ്ജനയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം കലോത്സവത്തിന് അവാർഡ് കൊടുക്കാതിരുന്നത്, അവളായിരുന്നു ഏറ്റവും നന്നായിട്ട് ഡാൻസ് ചെയ്തത്. അതിലെല്ലാവരും അംഗീകരിച്ച കാര്യമാണ്. പക്ഷെ ഡാൻസ് ചെയ്തപ്പോൾ അവൾക്ക് ഫസ്റ്റ് പ്രൈസ് കൊടുക്കാതിരുന്നതിന് റീസൺ പറഞ്ഞത് ദേവിയുടെ സൗന്ദര്യം ഇല്ലാതിരുന്നു എന്നാണ്. അപ്പോൾ ദേവിയുടെ സൗന്ദര്യം ഇല്ലാതിരുന്നത് എന്താണ്? ഇവിടെ ഡാർക്കായിട്ടുള്ളൊരു ആളാണ്. അപ്പോൾ തിരിച്ച് ചോദിക്കേണ്ട, എത്ര ദേവിമാരെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്? അല്ലെങ്കിൽ ചോദിക്കേണ്ട ഇങ്ങനെ, നമ്മുടെ ദേവിമാരെല്ലാം കരിങ്കല്ലിൽ കൊത്തിവെച്ചിട്ടുള്ള ദേവിമാരല്ലേ? അവരെല്ലാം കാളി എന്ന് പറഞ്ഞ കറുത്ത ദേവതകൾ ഉള്ള ഒരു സിവിലൈസേഷൻ്റെ ഭാഗമാണ് നമ്മൾ. പക്ഷെ അതൊന്നും ഓർക്കില്ല. നമ്മൾക്ക് ദേവി എന്ന് പറയുമ്പോൾ ഭയങ്കര വെളുത്തിരിക്കുന്ന ഒരു ദേവിയാണ് ഈ മാർക്കിടാനിരിക്കുന്നവരുടെ മനസ്സിലുമുള്ളത്. അതുകൊണ്ട് എന്നെ അൺഫോർച്ചുനേറ്റ്ലി ഇത് ഷോക്ക് പോലും ചെയ്യുന്നില്ല. ശാരദ മാമിന് കിട്ടിയ ആ ഒരു വളരെ തിക്തമായിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്, നമ്മുടെ സൗന്ദര്യ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഐസ്തറ്റിക്സ്, നമ്മുടെ സൗന്ദര്യ ശാസ്ത്രം തന്നെ ഈ കറുപ്പിനോടുള്ള വിദ്വേഷം വിച്ച് സ്റ്റെംസ് ഫ്രം എന്താണ് ഈ നമ്മുടെ ഒരു എന്താ അതൊരു ജാതി വിദ്വേഷത്തിൽ നിന്ന് സ്റ്റെം ചെയ്യുന്ന കറുപ്പിനോടുള്ള വിദ്വേഷത്തിൽ നിന്ന് വരുന്നതാണ്. എനിക്ക് അതിൽ ഹോപ്പുള്ളത് നമ്മുടെ ഒരു നെക്സ്റ്റ് ജനറേഷൻ, ഇപ്പം ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളും അല്ലെങ്കിൽ നമ്മുടെ മക്കളായിട്ടുള്ളവർ അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നുണ്ട്. 100% ആൾക്കാരും അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരുപാട് പേര് തിരുത്തി ചിന്തിക്കുന്നുണ്ട്. തിരിച്ച് നിങ്ങൾ ഈ കാണിക്കുന്ന റേസസുമാണ്, കളറിസമാണ്, കാസ്റ്റസുമാണെന്ന് പറയുന്ന ഒരു തലമുറ വളർന്നു വരുന്നുണ്ട്. അത് ഒരുപാട് എന്താ പറയുന്നത്, ഹോപ്പ് തരുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇതുപോലുള്ള എലമെൻറ്റുകൾ നിരന്തരമായിട്ട് നിലനിൽക്കുകയും ചെയ്തു. നമുക്കൊരു നന്ദിത സെന്നെ പോലൊരു നായികയെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. എന്തൊരു കഷ്ടമാണ്. നമുക്ക് അങ്ങനെ നടിമാരില്ലാത്തത് കൊണ്ടല്ലല്ലോ. ഇപ്പോൾ ഫേസ്ബുക്കിൽ നോക്കിയാൽ ഇപ്പം എൻ്റെ അൽഗോരിതത്തിൽ കാണുന്ന എല്ലാവരും തന്നെ ഇത് വളരെ മോശമായി പോയി എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നുണ്ട്, പോസ്റ്റ് ഷെയർ ചെയ്യുന്നുണ്ട്, ചാനൽ ചർച്ചയ്ക്ക് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കായിരുന്നു, ഇതിൽ എത്ര പേര് അവരുടെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി തന്നെ ഒരു കറുത്ത പാർട്ട്ണറിനെ, ഒരു കറുത്ത ഭാര്യയെ അല്ലെങ്കിൽ ഒരു കറുത്ത കാമുകിയെ ചൂസ് ചെയ്യാൻ വില്ലിങ് ആയിരിക്കും. നമുക്ക് വേറൊരു കാര്യത്തിൽ ചടിക്കറി അഭിപ്രായം പറയാൻ ഭയങ്കര ഈസിയാണ്. പക്ഷെ നമ്മുടെ സ്വന്തം ജീവിതം വരുമ്പോൾ ഇവരാരും തന്നെ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത് നമ്മൾ കാണുന്നില്ല. ആ പുരോഗമനം എന്ന് പറയുന്നത് ആദ്യം വീട്ടിലാണ് ഉണ്ടാകേണ്ടത്. അല്ലാതെ നമ്മുടെ ഫേസ്ബുക്കിലോ പൊതുപ്രവർത്തനത്തിനോ മാത്രമല്ലല്ലോ പുരോഗമനം വേണ്ടത്.